ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊന്നേരി കൊണ്ട് അരച്ച ചോറാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. 3 വല്യുള്ളി, 4 തക്കാളി എന്നിവ കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് നമുക്കിനി കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കുക്കറിലേക്ക് ഇനി 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക എന്നിവ ചേർക്കുക. കുക്കറിലേക്ക് നമുക്ക് ആവശ്യമുള്ള അത്രയും വെളിച്ചെണ്ണ ആഡ് ചെയ്ത ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് 5 വിസിൽ വരുന്നവരെ കാത്തിരിക്കാം. പിന്നീട് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ചതിന് ശേഷം തുറക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ തൈര്, മല്ലിച്ചപ്പ്, കറിവേപ്പില, 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. 1 കിലോ അരിക്ക് 1 കിലോ ബീഫ് എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1 വിസിൽ വരുന്നവരെ കാത്തിരിക്കാം. കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം തുറന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയായ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇറച്ചിച്ചോറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.